ഉപ്പ മരണപ്പെട്ടു പോയാൽ മക്കളെല്ലാവരും കൂടി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ബാപ്പ ഇടപഴകിയ ആളുകളും ബാപ്പ ഇടപഴകിയ സ്ഥാപനങ്ങളും അതന്വേഷിച്ചുകൊണ്ട് ആ കടങ്ങളും ബാധ്യതകളൊക്കെ വീട്ടിയിട്ട് അത് റാഹത്താക്കിയിട്ട് ബാപ്പയെ യാത്രയാക്കുകയാണ് വേണ്ടത്. ജനാസ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ നിർവഹിക്കാൻ കഴിയോ? അതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞില്ലെങ്കിൽ ആ ജനാസ ഖബറിലെത്തിയിട്ടൊരു ദിവസമാകുന്നതിന്റെ മുമ്പ് തന്നെ കഴിവിന്റെ പരമാവധി ബാധ്യതകളൊക്കെ പെട്ടെന്ന് വീട്ടണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പ ഉഹദിൽ ഷഹീദായി. നേരെ പിറ്റേന്ന് കടക്കാരന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നു. എന്നിട്ട് പറയുന്നു, ജാബിറേ, നിങ്ങളെ ഉപ്പ ഞങ്ങൾക്കൊക്കെ കടം തരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൽറത്തിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി. അല്ലാഹുവിന്റെ റസൂലേ, കടക്കാര് വീട്ടുമുറ്റത്ത് എത്തിപ്പോയി, ഞാൻ എന്ത് ചെയ്യും? ബാപ്പ ഷഹീദായതാണ് എന്ന് അവരോട് പറയണം. ഒരൽപ്പം കുറച്ചു തരാൻ വേണ്ടി കഴിയോന്ന് ചോദിക്കണം. കിട്ടാനുള്ളത് അല്പം ഒന്ന് കുറച്ചു തരാൻ പറ്റുമോ എന്ന് ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വക ഒരു റെക്കമെൻഡ്. കിട്ടാനുള്ള കടക്കാര് പറഞ്ഞു, കിട്ടാനുള്ളത് തീർത്തും കിട്ടണം എന്ന് പറഞ്ഞു. അത് കുറക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബി, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അത് ഫുള്ള് കിട്ടണം തന്നെ അവര് പറയുന്നത്. ഇന്നലെ ഷഹീദായ ഉപ്പാന്റെ കടബാധ്യത ചോദിച്ചാണ് ഇന്ന് ആളുകൾ വന്നിരിക്കുന്നത്. എത്ര വലിയ സ്ഥാനമുള്ള ആളാ ഷഹീദ്. ഷഹീദിനും ഈ വിഷയത്തിൽ മാറ്റമാണ്. യുകഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, എല്ലാ പാപങ്ങളും വൈകല്യങ്ങളും ഷഹീദിന് മാപ്പാക്കപ്പെടും. ഇല്ല ദൈൻ, കടം എന്ന് പറയുന്ന ബാധ്യത ഒഴികെ. അത് വീട്ടണം, വീട്ടേണ്ട സംഗതി തന്നെ. കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരെ കടബാധ്യതകളൊക്കെ വീട്ടാൻ സഹായിക്കുന്ന ആൾക്കാർക്ക് വലിയ കൂലിയുണ്ട്. സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും വലിയ കൂലിയുണ്ടെന്നല്ലേ? ചെറിയ സംഗതി ഒന്നല്ല. ഒരു കടക്കാരന്റെ കടം വീട്ടാൻ വേണ്ടി സഹായിച്ചിട്ട് അവനെ രക്ഷിച്ചാല്, അവനെ സഹായിച്ചാല്, സമാധാനിപ്പിച്ചാല് അത് നല്ല കാര്യം തന്നെയാണ്. ചെറിയ കാര്യമൊന്നല്ല, നല്ല കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്ന സംഗതിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് കടക്കാരൊരു നിലക്കൊരു ഒഴിവില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തങ്ങൾ ചെയ്യുന്ന സഹായം നോക്ക്, നിങ്ങൾക്ക് എന്താണ് വീട്ടാൻ കടമായിട്ട് വീട്ടാൻ എന്താ ഉള്ളത് എന്ന് വെച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു കുറഞ്ഞ മരങ്ങളുണ്ട്, ഈത്തപ്പഴങ്ങളൊക്കെ കായ്ച്ച് പറിക്കാനായിട്ടുണ്ട്. എത്ര മരങ്ങൾ? എണ്ണിയാൽ തീരുന്ന മരങ്ങളേ ഉള്ളൂ. 9 10 വരുന്ന ചെറിയ കുറച്ച് മരങ്ങളേ ഉള്ളൂ. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ നാളെ തോട്ടത്തിലേക്ക് പോയിട്ട് ഓരോ മരത്തിൽ നിന്നും പഴങ്ങൾ പറിച്ചതിന്റെ ചുവട്ടിൽ വെക്കണം. പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പോയിക്കോളൂ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. ഞാൻ വരുന്നതിന്റെ മുമ്പ് ഒരൊറ്റ പാട്ടയിൽ നിന്നും ഒരൊറ്റ കൊട്ടയിൽ നിന്നും പഴങ്ങൾ എടുക്കരുത്. ഞാൻ വന്നതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയും. ഓരോ മരത്തിലുള്ളതും പറിച്ചതിന്റെ ചുവട്ടിൽ വെച്ചേക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു ഒരാളെയും കൂട്ടി പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് ശേഷം തോട്ടത്തിലേക്ക് പോയി. പഴങ്ങളൊക്കെ പറിച്ച് ചുവട്ടിൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടത്തിലേക്ക് വരുന്നു. തങ്ങൾ ആ തോട്ടത്തിൽ ഒന്നിങ്ങനെ ചുറ്റി നടക്കുന്നു. എല്ലാ മരത്തിന്റെ മുന്നിലൂടെയും ഒന്നിങ്ങനെ കറങ്ങി ഓരോ കൊട്ടയിലേക്കും തങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടങ്ങനെ നടക്കുന്നു. കൂടുതൽ കാണുന്ന കൊട്ടയുടെ അടുത്തവിടെ ഇരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, ഉദുലി അൽ ഖുറമാ, കടക്കാരെ വിളിക്കൂ ജാബിറേ, കൊടുക്കാനുള്ള കടക്കാരെ വിളിക്കൂ, എല്ലാവരും വരട്ടെ, കടങ്ങൾ വീട്ടിൽ കൊടുക്കാം. കടക്കാര് വരി വരിയായി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്ക് ചോദിക്കുന്നു. ആ കണക്കിന് എത്രയാണോ ഈത്തപ്പഴം വേണ്ടത് ആ ഒരൊറ്റ കൊട്ടയിൽ നിന്ന് തങ്ങൾ വാരിക്കൊടുക്കുന്നു. ഓരോ കടക്കാർക്കും ഒരേ കൊട്ടയിൽ നിന്ന് മറ്റു കൊട്ടകളിലുള്ള ഈത്തപ്പഴങ്ങളൊന്നും തൊട്ടിട്ടില്ല. ഒരൊറ്റ കൊട്ടയിൽ നിന്നതാ എല്ലാവർക്കും അങ്ങ് വാരിക്കൊടുക്കുന്നു. ഒരാൾ പറയുന്നു, എനിക്ക് തരാനുള്ളത് 2500 ദിർഹമാണ്. 2500 ദിർഹമിന് ഇന്ന് മാർക്കറ്റിൽ എത്ര ഈത്തപ്പഴമാണ് കിട്ടുക? അതിന്റെ കണക്കനുസരിച്ച് കൊടുക്കുന്നു. മറ്റൊരാൾ പറയുന്നു 3000 ദിർഹമുണ്ട്. 3000 ദിർഹമിനുള്ള ഈത്തപ്പഴം കൊടുക്കുന്നു. എല്ലാവർക്കും അവരെ കണക്കനുസരിച്ച് കൊടുത്ത് കടക്കാര് മുഴുവനും കിട്ടുന്നത് മുഴുവനും ഏറ്റിപ്പോയപ്പോഴും ആ കൊട്ടയിലുള്ള ഈത്തപ്പഴം അങ്ങനെ തന്നെയുണ്ട്, ഒരു കുറവും വന്നിട്ടില്ല.
ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇന്ന് വന്ന ഈ സന്തോഷവും എന്റെ ഉപ്പാന്റെ കടബാധ്യത മുഴുവൻ വീടിയതും തങ്ങൾ ഇവിടെ വന്ന് കൊട്ടയുടെ അടുത്തിരുന്ന് ആ ഒരൊറ്റ കൊട്ടയിൽ നിന്ന് കടക്കാർക്ക് മുഴുവനും കൊടുത്തതും ഞാൻ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി പറയട്ടെയോ നബിയേ, വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു സംഭവമല്ലേ ഇന്ന് എനിക്ക് കിട്ടിയത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി പറഞ്ഞോളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഞാൻ ആദ്യം ചെന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സംഭവം ഞാൻ പറഞ്ഞു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യത്തിന്റെ ദിവസമാണ് എന്ന് എനിക്ക് നേരത്തെ അറിയാം. നിങ്ങളെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറങ്ങി നടക്കുന്നത്, ചുറ്റി നടക്കുന്നത് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോഴേ എന്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഭാഗ്യത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂല് ചുറ്റി നടക്കുന്നത്. ഇന്ന് വലിയ ബറക്കത്ത് മഹാനവർകൾക്ക് ലഭിക്കും. കടബാധ്യത മുഴുവനും വീടി. പിറ്റത്തെ ദിവസം തന്നെ കടക്കാരുടെ കടങ്ങളൊക്കെ കൊടുത്ത് വീടി. ഈ സംഭവം ഒരുപാട് സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുവന്നപ്പോ എന്റെ ഉപ്പമാരെ ഉമ്മമാരെ ഞാനൊരു കാര്യം പറയുന്നത്, ഇമാം ബുഖാരി തങ്ങൾ അവിടെ തലക്കെട്ട് കൊണ്ടുവന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തത് കൊണ്ട് കൊടുക്കാനുള്ള കടങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു വീട്ടി കൊടുത്തു എന്നാണ്. ദീനിന്റെ ഖിദ്മത്തിൽ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ജാഗ്രതയോടെ സജീവമായി നിൽക്കണം. പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു തല മാറ്റിത്തരും. എല്ലാ വിഷമങ്ങളും അള്ളാഹു തല പരിഹരിച്ചു തരുമാറാകട്ടെ. അതിനൊരു മുഖ്യമായ സബബാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറയുന്നത്. ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ ആർക്ക് വേണ്ടിയാ ഷഹീദായത്? ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി. എത്ര ആളുകളുടെ കടങ്ങൾ 2-3 ആഴ്ചകളൊക്കെ പോകും, നേരെ പിറ്റേന്നല്ലേ കടങ്ങളൊക്കെ വിടുന്നത്. അതും കടങ്ങൾ വീടിയിട്ട് എന്തെങ്കിലും പഴങ്ങൾക്ക് ഇവിടെ കുറവുണ്ടോ? ജാബിർ റളിയല്ലാഹുവിന് തന്റെ പെങ്ങന്മാരെയും കുടുംബക്കാരെയും നോക്കാൻ ആ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി അതിന്റെ ലാഭം കൂടി കൊയ്യാനുള്ള മുഴുവൻ സമ്പത്തും കിട്ടിയില്ലേ? എത്രമാത്രം വലിയ സന്തോഷം കിട്ടിയത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഉപ്പ പ്രവർത്തിച്ചത്, ജാബിർ റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് എന്ന് ഈ സംഭവം വിശദീകരിച്ചെടുത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ നിന്ന് വിഷയം മനസ്സിലാക്കിയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹക്ക് അത് വേഗം വീട്ടണം, ബാധ്യതകൾ വേഗം വീട്ടണം. എങ്കിലേ ഒരാൾക്ക് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ കഴിയൂ. ഹക്ക് ബാക്കി വെച്ചു പോകരുത്. മുഴുവൻ ഹക്കുകളും വീട്ടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.